പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയതും രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി. പപ്പയ്ക്ക് ടെൻഷനുണ്ടോ? അവൾ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിന്? ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയല്ലേ, ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികം. ഇവൾ തന്നെ കളിയാക്കുകയാണോ എന്ന് ഒരു വേള അയാൾ ചിന്തിച്ചു. എല്ലാവരും ഉറങ്ങുന്ന ടൈമാണ്, അതുകൊണ്ടാ പുറത്തെങ്ങും ആരെയും കാണാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ചക്കയുടെ മേലെ ഈച്ച വന്ന് പൊതിയുന്ന പോലെ എല്ലാം കൂടി എന്നെ വന്ന് പൊതിഞ്ഞിട്ടുണ്ടാവും. മോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? അവൾ അയാളുടെ കൈത്തണ്ടയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തോളിലേക്ക് മുഖം ചേർത്തു. പപ്പയ്ക്കറിയോ, പാറു അമ്മയെ കാണാതെ 4 ദിവസങ്ങൾക്കപ്പുറം നീങ്ങി നിൽക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഇത്രയും ഇഷ്ടത്തോടെ അവർ കയറി കൂടിയത് എങ്ങനെയെന്ന്. കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കാൻ തോന്നുമായിരുന്നു. ആരും പറഞ്ഞു തന്നില്ലെങ്കിലും രക്തം രക്തത്തെ സ്വയം തിരിച്ചറിയുമെന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലേ. അന്ന് എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ICUവിനുള്ളിൽ കിടക്കുമ്പോൾ മൂർത്തിയങ്കൾ ചോദിച്ചു, നിനക്ക് നിന്റെ അമ്മ ആരാണെന്ന് അറിയണ്ടേന്ന്. എനിക്ക് മനസ്സിലായി എന്ന് ഞാനും പറഞ്ഞു. ഞാൻ വീട്ടിൽ റെസ്റ്റിലായിരിക്കുമ്പോൾ പാറു അമ്മ എന്നെ കാണാൻ വന്നു. എനിക്കന്ന് എൻ്റെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പാറുവമ്മയോട് ദേഷ്യപ്പെട്ടു. നിങ്ങളെന്ന അമ്മയെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ പാറുവമ്മയെ ഞാൻ നേരിൽ കാണുന്നത് കോടതിക്കുള്ളിൽ വച്ച. പാപ്പയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണേ പപ്പ. സമാധാനിപ്പിക്കുന്നത് പോലെ ആനന്ദ് അവളുടെ മുടിയിൽ തഴുകി. കഴിഞ്ഞതൊന്നും ഇനി ഓർത്തെടുക്കണ്ട. നമുക്ക് വേദന തരുന്നതൊന്നും നമ്മളിനി ഓർത്തെടുക്കാൻ പാടില്ല മോളെ. അന്ന് നിന്റെ അമ്മയുടെ മാറിൽ നിന്നും പറിച്ചെടുത്ത് നിന്നെ മറ്റൊരാൾക്ക് നൽകുമ്പോൾ അവളുടെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതിലേറെ വേദനിപ്പിച്ചിട്ടുണ്ടാവും നീ അവളെ ആട്ടിയിറക്കി വിട്ടപ്പോൾ. ഒന്നും ആരുടെയും തെറ്റല്ലല്ലോ. അന്നവൾ അങ്ങനെ ഒരു ത്യാഗം ചെയ്തതുകൊണ്ടല്ലേ അഗ്നിമിത്ര എന്ന ഇത്രയും ബോൾഡായ പെൺകുട്ടി ഉണ്ടായത്. മോളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മോൾ ചെയ്തതാണ് ശരി. പോട്ടെ, സാരമില്ല. എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പപ്പ. എനിക്കിപ്പോൾ എല്ലാവരുടെയും മനസ്സും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒറ്റ രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ പപ്പയെന്ന് വിളിക്കാൻ പഠിച്ചെടുത്തതല്ല ഞാൻ. അന്ന് കോടതിയിൽ നിന്നും പുറത്തു വന്ന ഞാൻ മറ്റൊരാളായിരുന്നു. അതുവരെ ഞാൻ നേടിവെച്ച ഊർജ്ജമെല്ലാം ലാസ്റ്റ് ഹിയറിങ്ങിൽ എന്നിൽ നിന്നും അപ്രത്യക്ഷമായി. എന്നെ ആരൊക്കെയോ എൻ്റെ അച്ഛൻ്റെയും മീനൂട്ടയുടെയും സിദ്ധുവിൻ്റെയും അടുത്തു നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നത് പോലെ എല്ലാവരും എൻ്റെ അവസ്ഥ കണ്ട് പേടിച്ചു. മൂർത്തി അങ്കിൾ പറഞ്ഞതാ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ. അച്ഛൻ സമ്മതിച്ചില്ല. 4 ദിവസം അച്ഛൻ ഷോപ്പിൽ പോയില്ല. ഫുൾ ടൈം എന്നോടൊപ്പമായിരുന്നു. ഓരോരോ കഥകളിലൂടെ ഓരോരുത്തരുടെ അവസ്ഥകൾ എനിക്ക് മനസ്സിലാക്കി തന്നു. അവരിലൂടെ എൻ്റെ മനസ്സിനെ നടത്തിച്ചു. 4 ദിവസവും അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച ഉറങ്ങിയത്. അങ്ങനെയാണ് പപ്പ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും യാതനകളും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ടതും ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ വയറ്റിലിട്ടുകൊണ്ട് പാറുവമ്മ അനുഭവിച്ച ജയിൽവാസം അച്ഛൻ എൻ്റെ മനസ്സിൽ വരച്ചു കാണിച്ചപ്പോൾ അന്ന് പാറുവമ്മയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ കഴിയാതെ പോയ ഒരമ്മയുടെ ഗതികേട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നിമിഷം തൊട്ട് തുടങ്ങിയതാ പാറുവമ്മയെ കാണാനും ക്ഷമ ചോദിക്കാനുമുള്ള മനസ്സിൻ്റെ അടങ്ങാത്ത ആഗ്രഹം. അച്ഛനാ പറഞ്ഞത് പപ്പയെയും പാറുവമ്മയെയും ഒരുമിപ്പിക്കേണ്ട ദൗത്യം എൻ്റെതാണെന്ന്. 2 പേരുടെയും കൂടെ കുറച്ച് ദിവസം നിൽക്കാനും അദ്ദേഹം പറഞ്ഞു. നമുക്ക് 3 പേർക്കും നഷ്ടപ്പെട്ടു പോയതെല്ലാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആനന്ദിന്റെ തോളിൽ തലചായ്ച്ചുകൊണ്ടാണ് മിത്ര അത്രയും പറഞ്ഞത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളുടെ മാത്രമല്ല ആനന്ദിന്റെ മിഴികളിലും ഈറൻ നിറഞ്ഞു. ഞാനന്ന് പറഞ്ഞില്ലേ മോളെ, എനിക്ക് പിറന്നത് ഒരു മകളായിരിക്കണമെന്നും അനന്ത പത്മനാഭനെ പോലെ ഒരു അച്ഛൻ്റെ മകളായി വളരണമെന്നും. എൻ്റെ ആഗ്രഹം വെറുതെ ആയില്ല. അയാളെപ്പോലെ ഈ ലോകത്ത് അയാൾ മാത്രമേ കാണൂ. ഞാനൊരിക്കലും എൻ്റെ മോളെ അയാളിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കില്ല. അവൾ തോളിൽ നിന്നും മുഖമുയർത്തി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. നമ്മൾ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു എന്നറിയോ? വാ, അകത്തുള്ള ആളെ കാണണ്ടേ? പപ്പയേക്കാൾ തിരക്കുണ്ട് എനിക്കവരെ കാണാൻ. ഒരു കുസൃതി ചിരിയോടെ മിത്ര അയാളെയും കൊണ്ട് കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു. എന്തുകൊണ്ടോ എന്നറിയില്ല, ഒരു തണുപ്പ് തന്നെ വന്ന് പൊതിയുന്നത് പോലെ തോന്നി അയാൾക്ക്. ഓഫീസിന് മുന്നിലേക്കാണ് മിത്ര അയാളെയും കൊണ്ടുപോയത്. ഓഫീസ് റൂമിൻ്റെ വാതിലിന് മുകളിൽ അശ്വതി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇതെന്താ എന്ന അർത്ഥത്തിൽ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇവിടുത്തെ ഓരോ റൂമിനും മലയാള മാസത്തിലെ നാളുകളുടെ പേരാണ്. അത് കേട്ട് ആനന്ദ് പുഞ്ചിരിച്ചു. പാപ്പ ഇവിടെ നിൽക്കുക കേട്ടോ. അയാൾ തലയാട്ടിയതും അവൾ തുറന്നു കിടക്കുന്ന വാതിലിന് നേർക്ക് ചെന്നു നിന്നു. മേ ഐ കമിൻ മാഡം? യെസ് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി മുന്നിലേക്ക് നോക്കിയതും മുന്നിൽ മിത്രയെ കണ്ട് ഞെട്ടി എഴുന്നേറ്റ് പോയി. മോളെ അഗ്നി, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മേഡത്തിനോട് പറഞ്ഞിരുന്നല്ലോ ലച്ചു അമ്മയുടെ കുറച്ച് ഡീറ്റെയിൽസ് വേണമെന്ന്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. അവളുടെ സ്വരം ഗൗരവപൂർണമായി. പുറത്തുനിന്ന ആനന്ദിന്റെ ചുണ്ടുകളിൽ അത് കേട്ടൊരു പുഞ്ചിരി തെളിഞ്ഞു. നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ മോളെ? ഞാൻ നിന്റെ അമ്മയാണെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം നിന്നെ ഉപേക്ഷിച്ചതല്ല ഞാൻ.
എൻ്റെ മനസ്സിൻ്റെ വേദനയേക്കാൾ നിന്റെ ഭാവി മാത്രമേ ഞാനന്ന് കണ്ടുള്ളൂ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതല്ല. ലച്ചു അമ്മയുടെ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ കൂടെ ഒരു ഓഫീസർ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ച് ഇനി എന്ത് അന്വേഷണം എന്ന ഭാവത്തിൽ പാർവതി മിത്രയുടെ നേർക്ക് നോക്കി. അപ്പോഴേക്കും മിത്ര വാതിലിനടുത്തേക്ക് നടന്നിരുന്നു. സാർ, കയറി വരൂ. ആരാണ് വരുന്നത് എന്നറിയാൻ പാർവതി പുറത്തേക്ക് നോക്കി. എന്നാൽ വാതിൽ കടന്നു വരുന്ന ആനന്ദിനെ കണ്ടതും അവർ തറഞ്ഞു നിന്നുപോയി. അവരുടെ വിടർന്ന കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. ആ കണ്ണുകളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അവരുടെ വെളുത്തു തുടുത്ത കവളുകളും വിടർന്ന ചുണ്ടുകളും സങ്കടത്താൽ വിറകൊള്ളുന്നുണ്ടായിരുന്നു. ആനന്ദ് അടുത്തേക്ക് വന്നതും പാർവതി ഇരു കൈകളും കൂപ്പി അയാളുടെ കാൽക്കലേക്ക് ഇരുന്നു കഴിഞ്ഞു. മാപ്പ് എന്ന് പറയുന്നതോടൊപ്പം ആനന്ദിന്റെ പാദങ്ങളിലേക്ക് നെറ്റിമുട്ടിച്ചു കഴിഞ്ഞിരുന്നു. പാർവതിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ആനന്ദും അഗ്നിമിത്രയും ഒരുപോലെ ഞെട്ടിപ്പോയി. ഏയ് ലച്ചു, നീ എന്താ ഈ കാട്ടുന്നത്? അയാൾ അവളെ ഇരു കൈകൾ കൊണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ സ്നേഹത്തെ ഞാൻ തെറ്റിദ്ധരിച്ചില്ലേ? എന്നെ അയാൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ജയിലിനുള്ളിൽ കിടന്ന് ഞാൻ എന്തുമാത്രം ശപിച്ചു. ജീവിതം തന്നെ മടുത്ത് അനിയേട്ടൻ മദ്യത്തിൽ മുങ്ങിപ്പോയില്ലേ? എത്ര തവണ ജയിലിൽ എന്നെ കാണാമെന്നു എനിക്ക് കാണേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? അനിയേട്ടൻ്റെ സ്നേഹത്തേക്കാൾ അയാളുടെ നുണകൾക്കല്ലേ ഞാൻ വില കൊടുത്തത്? ഏത് ഗംഗയിൽ കുളിച്ചാലാണ് എൻ്റെ ആ പാപക്കറ നീങ്ങിപ്പോവുക? ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കി ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് കരയുകയാണ് പാർവതി. അവരെ തനിച്ചു വിടുകയാണ് നല്ലതെന്ന് കരുതി മിത്ര പതിയെ റൂമിന് പുറത്തേക്ക് നടന്നു. ആനന്ദ് പാർവതിയുടെ ഇരു കൈകളും പിടിച്ചെടുത്തുകൊണ്ട് സ്വന്തം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. കഴിഞ്ഞതൊന്നും ഇനി ഓർക്കണ്ട. തെറ്റെൻ്റെ ഭാഗത്തുമുണ്ടല്ലോ. നമുക്കിടയിൽ കളിച്ചവൻ്റെ ചതി മനസ്സിലാക്കാൻ എനിക്കും കഴിയാതെ പോയി. ഒരനിയൻ്റെ സ്ഥാനം മാത്രമായിരുന്നില്ല അവൻ എൻ്റെ മനസ്സിൽ. ആത്മാർത്ഥ കൂട്ടുകാരൻ്റെ സ്ഥാനം കൂടി ഉണ്ടായിരുന്നു അവന്. ഇത്രയ്ക്കും ദുഷ്ടനാണ് അവനെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ആനന്ദ് പാർവതിയെ തൻ്റെ മാറിലേക്ക് ചായച്ചു. എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ അനിയേട്ടന്? അയാളുടെ നെഞ്ചിൽ മുഖമമർത്തി വിങ്ങിപ്പൊട്ടിപ്പോയി അവർ. അതിന് നീ ചെയ്ത തെറ്റെന്താണ് ലച്ചു? അന്ന് ആ രാത്രിയിൽ നിന്റെ വീട്ടുകാർ കൈയൊഴിഞ്ഞപ്പോൾ ഞാൻ നിനക്ക് തന്ന ഒരു വാക്കുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്നെ കൈയൊഴിയില്ലെന്ന്, ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ലെന്ന്. അതിൽ എന്തെങ്കിലും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞോ? ഒരു ഭർത്താവ് എന്ന നിലയിലും പിതാവ് എന്ന നിലയിലും ഞാനൊരു ബിഗ് സീറോയല്ലേ? അതൊന്നും അനിയേട്ടൻ്റെ തെറ്റല്ലല്ലോ. അയാൾ എഴുതിയ തിരക്കഥയിലെ കഥാപാത്രങ്ങളായി പോയില്ലേ നമ്മൾ? കോടതിയിൽ വച്ച് ആ വീഡിയോ കാണുന്ന നിമിഷം വരെ എൻ്റെ മനസ്സിൽ അനിയേട്ടന് സ്ഥാനമില്ലായിരുന്നു. നമ്മൾ എന്നോ ചെയ്തു വെച്ച പുണ്യമായിരുന്നടി നമ്മുടെ മകൾ. നമ്മളെക്കൊണ്ട് അവൾക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല. ജന്മം കൊടുത്തവരാണെന്ന് പറയാമെന്നല്ലാതെ. പക്ഷേ അവൾ... എല്ലാം ശരിയാണ്. എന്നിരുന്നാലും ഒരു സങ്കടം. നമ്മുടെ മോൾക്കിന്ന് ഞാൻ അന്യയാണല്ലോ എന്നോർക്കുമ്പോൾ നെഞ്ചിനകത്ത് സഹിക്കാൻ പറ്റാത്ത വേദന വരുക. അയാൾ അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണുകൾ തുടച്ചു കൊടുത്തു. ആര് പറഞ്ഞു അവൾക്ക് നീ അന്യയാണെന്ന്? ഇല്ലാത്ത കേസിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വരുന്നത് കേസിൻ്റെ കാര്യത്തിനൊന്നുമല്ല, നിന്നെ കാണാൻ വേണ്ടിയാ. നമ്മളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ. ആണോ? എന്നിട്ട് അവൾ എവിടെ? ഇവിടെ വരുമ്പോഴൊക്കെ കുറച്ചു നേരമെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ച് നിന്നില്ലെങ്കിൽ സമാധാനമില്ലെന്ന് പറയുന്നവളാ. ഇപ്പോൾ എത്ര നാളായെന്നറിയോ ഞാനൊന്നെൻ്റെ കുട്ടിയെ തൊട്ടിട്ട്? സങ്കടം പറച്ചിലൊക്കെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അകത്തോട്ട് വരാമായിരുന്നു. പെട്ടെന്ന് വാതിലിനടുത്തു നിന്നും ചോദ്യം കേട്ടപ്പോൾ രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ചോദിച്ച വ്യക്തിയെയോ കൂടെ നിൽക്കുന്ന ആളെയോ ആനന്ദിന് മനസ്സിലായില്ല. അവർക്ക് പിന്നിൽ നിൽക്കുന്ന മിത്രയിൽ കണ്ണുകളിൽ ചോദ്യം നിറച്ച അയാൾ നോക്കി. അവളെ നോക്കണ്ട, ഞങ്ങൾ തന്നെ സ്വയം പരിചയപ്പെടുത്താം. പാർവതി രംഗനാഥനിലെ ഒറിജിനൽ പാർവതി ഞാനാണ്. ഇതെൻ്റെ സ്വന്തം ഭർത്താവ് രംഗനാഥൻ. ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന അവർ പറഞ്ഞത് കേട്ട് ആനന്ദ് പരിചിത ഭാവത്തിൽ ചിരിച്ചു. എന്നാ വന്നത്? ഞങ്ങൾ ഇന്നലെ രാത്രി എത്തി. കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്നു കൊണ്ടേ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവിടേക്ക് വന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആനന്ദ് ഇവിടേക്ക് വന്നില്ലെങ്കിലും ഞങ്ങൾ ഇന്ന് പാർവിനെയും കൊണ്ട് അവിടേക്ക് വന്നേനെ. ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നഷ്ടപ്പെട്ട നിങ്ങൾക്ക് ശേഷിച്ച ഭാഗമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണ്ടേ? അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ തിരക്ക് പിടിച്ച് ഓടി വന്നത്. എന്തായാലും അതിൻ്റെ ആവശ്യം വന്നില്ലല്ലോ. അതിനു മുമ്പേ ആനന്ദ് ഇവിടെ എത്തിയില്ലേ? രംഗനാഥൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ പിന്നെ സമയം കളയണ്ട. പാറു എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വാ. അതുവരെ ഞങ്ങൾ സംസാരിക്കട്ടെ. പാർവതി രംഗനാഥൻ പറഞ്ഞത് കേട്ട് മിത്ര പാർവമ്മയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. അഗ്നി മോളെ, എൻ്റെ മോൾക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ? വരാന്തയിലേക്ക് ഇറങ്ങിയതും പാർവതി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. പാർവമ്മയോട് പിണങ്ങിയിട്ട് ഞാൻ എത്ര നാൾ പിടിച്ചു നിൽക്കും? എനിക്കത് കഴിയില്ലെന്നേ. അതും പറഞ്ഞുകൊണ്ടവൾ പാർവതിയെ ചുറ്റിപ്പിടിച്ചു. സങ്കടം തിങ്ങി നിറയുമ്പോഴും സന്തോഷം പൂത്തിരി കത്തുന്നുണ്ടായിരുന്നു പാർവതിയുടെ കണ്ണിൽ. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അവരെ യാത്രയാക്കിയത്. പപ്പ,
ഞാനും പാർവമ്മയും ബാക്കിൽ. പറഞ്ഞു തീർന്നതും മിത്ര പാർവതിയെയും കൂട്ടി ബാക്കിൽ കയറി. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഡ്രൈവറാണോ? ആനന്ദിൻ്റെ ചോദ്യത്തിന് ചുണ്ടൊരു ഭാഗത്തേക്ക് കോട്ടിക്കളഞ്ഞു മിത്ര. എന്താ ചെയ്യുക, പാർവമ്മയ്ക്ക് എന്നെ മടിയിലിരുത്താൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ പപ്പയുടെ അടുത്തിരുന്നേനെ. മിത്രയുടെ കുസൃതിച്ചിരി കേട്ടുകൊണ്ട് ആനന്ദ് കാർ മുന്നോട്ടെടുത്തു. കാർ കണ്ണിൽ നിന്നും മറയുവോളം എല്ലാവരും കൈവീശി കാണിച്ചു. കീഴത്തൂർ തറവാടിൻ്റെ പടിപ്പുര കടന്ന് കാർ ഉള്ളിലേക്ക് ചെന്നു. പൂമുഖത്തു നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി വരികയായിരുന്ന പോറ്റി നിന്നടുത്ത് തന്നെ നിന്നു. നട്ടുച്ച നേരത്ത് നീ കുഞ്ഞിനെയും കൂട്ടി എവിടെ പോയതാനു? ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും കണ്ടില്ല. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ ആനന്ദിനോട് പോറ്റി ചോദിച്ചു. ഞങ്ങൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാച്ചാ. ആരെ? അയാൾ ചോദിച്ചതും ആനന്ദ് ബാക്കിലെ ഡോർ തുറന്നു. ആദ്യം മിത്രയും അവൾക്ക് പിന്നാലെ പാർവതിയും ഇറങ്ങി. പോറ്റി അത്ഭുതം നിറഞ്ഞതുപോലെ നിന്നു. പിന്നെ തിരിഞ്ഞകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ഭാമേ, ആരതിയെടുക്ക്. പെട്ടെന്ന് അങ്ങനെയൊന്ന് കേട്ടതും സത്യഭാമ ഓടി ഉമ്മറത്തേക്ക് വന്നു. മുന്നിലെ കാഴ്ച കണ്ട് അവർക്ക് സന്തോഷത്തോടൊപ്പം കണ്ണുകളും നിറഞ്ഞു. ഉടനെ തന്നെ തിരിഞ്ഞകത്തേക്ക് പോയി. പെട്ടെന്ന് തന്നെ ആരതി തട്ടമുരുക്കി അവർ തിരിച്ചു വരുമ്പോൾ കൂടെ ദീപികയും ഉണ്ടായിരുന്നു. ദീപികയോട് പറഞ്ഞിട്ടാണ് മിത്ര പോയതെങ്കിലും അവൾ രണ്ടുപേരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. ആനന്ദിൻ്റെയും മിത്രയുടെയും നടുക്കാണ് പാർവതി നിന്നിരുന്നത്. സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നിന്ന് സത്യഭാമ 3 പേരെയും ചേർത്ത് ആരതി ഒഴിഞ്ഞു. കയറി വാ മക്കളെ, ഇങ്ങനെ ഒരു കാഴ്ച ഈ ജന്മം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല. എല്ലാവരും സന്തോഷത്തോടെയാണ് അകത്തേക്ക് കയറിയത്. ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ എൻ്റെ കുട്ടി നീ, ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. സത്യഭാമ പാർവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. കഴിഞ്ഞതൊന്നും ആരും ആരെയും ഓർമ്മിപ്പിക്കണ്ട. മനസ്സിന് സുഖമുള്ളതും സന്തോഷം തരുന്നതുമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ. പോറ്റി സത്യഭാമയോട് കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞു. എന്തായാലും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അവർക്കതെല്ലാം. ആ സന്തോഷത്തിനിടയിലേക്കാണ് ലക്ഷ്മൺ പോറ്റി കയറി വന്നത്. ഇവിടെ എൻ്റെ പുലിക്കുട്ടിയും അവളുടെ അമ്മയും കൂടി താമസത്തിന് എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് കാണാമെന്നതാ. സ്വീകരണ മുറിയിലെ സോഫയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ പോറ്റി പറഞ്ഞു. അത് കേട്ടതും ചിരിച്ചുകൊണ്ട് മിത്ര അയാൾക്കരികിലേക്ക് ചെന്നിരുന്നു. ചിരിച്ചാൽ മാത്രം പോരാ, എനിക്ക് വക്കീൽ ഫീസും കിട്ടണം. അയാളും ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അതൊക്കെ പപ്പ തരും. അവൾ ആനന്ദിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. ആഹാ, പപ്പയെന്ന് വിളിക്കാനൊക്കെ ആയോ? അയാളുടെ ചോദ്യം കേട്ട് മിത്ര ചിരിച്ചതേയുള്ളൂ. അങ്കിൾ തമാശ പറഞ്ഞതാണ്. നീ അഗ്നിമിത്രയാണ്, നിനക്ക് മാത്രമേ അതിന് കഴിയൂ. അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. കളിച്ചിരി പറഞ്ഞുകൊണ്ട് അയാൾ ആ കുടുംബത്തോടൊപ്പം കൂടി. ഇടയ്ക്കിടെ അയാളുടെ മിഴികൾ ചുവരിൽ ചാരി നിൽക്കുന്ന ദീപികയിലേക്ക് നീളുന്നുണ്ടായിരുന്നു. പാർവതി ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അഗ്നിയെയും പാർവതിയെയും കാണാനാണ് ഞാൻ വന്നതെങ്കിലും അതിൻ്റെ കൂടെ വേറൊരാവശ്യം കൂടി ഉണ്ടായിരുന്നു. ലക്ഷ്മൺ പോറ്റിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അയാളുടെ മുഖത്തേക്ക് നോക്കി. ലക്ഷ്മിയുമായുള്ള വിവാഹ കരാറിൽ ഞാൻ അവൾക്ക് കൊടുത്ത വാക്കായിരുന്നു അവളുടെ കുഞ്ഞിനെ സ്വന്തം മകളായി വളർത്തുമെന്ന്. 1 വർഷത്തിന് ശേഷം ഞങ്ങൾ ഓർഫനേജിൽ പോയപ്പോഴാണ് കുട്ടി മിസ്സിംഗ് ആണെന്നറിയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നെൻ്റെ മകളായി വളരേണ്ടവളായിരുന്നു ദീപിക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരപേക്ഷയുള്ളൂ. എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ആരും കയറി വരാനില്ല. സ്വന്തമെന്ന് പറയാനും ബന്ധമെന്ന് പറയാനും എനിക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് ദീപികയെ എനിക്ക് തന്നേക്കാമോ? സ്വന്തം മകളായി പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അയാളുടെ ആവശ്യം ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം. ദീപിക ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് മാത്രം ആർക്കും അറിയില്ല. എല്ലാം കേട്ട് ചുവരിൽ ചാരി താഴോട്ട് മിഴികൾ ഊന്നി നിൽക്കുകയാണ് അവൾ. ഇപ്പോൾ തന്നെ ഒരു മറുപടി എനിക്ക് കിട്ടണമെന്നില്ല. എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് പൂർണ്ണ സമ്മതമാണെങ്കിൽ ഞാൻ വരാം അവളെ കൊണ്ടുപോകാൻ. കുറച്ചു നേരം കൂടി അവർക്കൊപ്പം ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് അയാൾ പോകാനായി ഇറങ്ങിയത്. എല്ലാവരും പൂമുഖത്തു നിന്ന് അയാളെ യാത്രയാക്കുമ്പോൾ അയാൾ ദീപികയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. എൻ്റെ ആവശ്യത്തെ മോൾ ഒരിക്കലും തെറ്റായി കാണരുത്. ഇവിടെ നിന്ന് പറിച്ചു മാറ്റണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞതല്ല. നീ നിന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. അവളുടെ ഓർമ്മകളിലും സ്വപ്നങ്ങളിലും മുഴുവൻ നീ മാത്രമായിരുന്നു. എൻ്റെ ഭാര്യയായി 1 വർഷക്കാലം നിന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതിൻ്റെ മുന്നോടിയായി അവൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ എന്തൊക്കെ ഒരുക്കി വെച്ചിരുന്നു എന്ന് നിനക്കറിയോ? അവളിലൂടെ ഞാനും നിന്നെ സ്വപ്നം കണ്ടിരുന്നു. ഇന്ന് അവളില്ല. ഞാനും നീയും ജീവിച്ചിരിപ്പുണ്ടല്ലോ. നമുക്ക് ആ വീട്ടിൽ അച്ഛനും മകളുമായി ജീവിക്കാം കുഞ്ഞേ. ആരോരുമില്ലാത്ത എനിക്ക് തുടർന്ന് ജീവിക്കാൻ നീ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുമെങ്കിൽ എൻ്റെ ജന്മസാഫല്യമാവും അത്. ആലോചിക്കുക കേട്ടോ. ആരും മോളെ നിർബന്ധിക്കില്ല. മോൾക്ക് മനസ്സിൽ ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യാം. അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും നേർക്ക് കൈവീശി അയാൾ കാറിൽ കയറിപ്പോയി. അന്ന് വൈകിട്ട് ആനന്ദും പാർവതിയും മിത്രയെയും കൂട്ടി പാർവതിയുടെ തറവാട്ടിലേക്ക് പോയി. ദീപികയെ കൂടെ വിളിച്ചെങ്കിലും അവൾ പോയില്ല. വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ടതും ആ വൃദ്ധ നയനങ്ങളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. അമ്മയും മകളും കുറേ നേരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ അവിടെ ചെല്ലുമ്പോൾ അനന്തപത്മനാഭനും മീനുവും സിദ്ധുവും അവിടെ ഉണ്ടായിരുന്നു.
അനന്തപത്മനാഭനിൽ നിന്നും എല്ലാ വിവരങ്ങളും സുഭദ്രാമ അറിഞ്ഞിരുന്നു. സുഭദ്രാമ മാത്രമല്ല, സൗദാമിനിയും ശങ്കരേട്ടനും സത്യങ്ങൾ അറിഞ്ഞ ഷോക്കിലാണ്. മിത്രയെ കെട്ടിപ്പിടിച്ചും സുഭദ്രാമ ഒരുപാട് കരഞ്ഞു. ഈ കരച്ചിലിന് പിന്നിൽ മുത്തശ്ശിയെപ്പോലെ 2 പേരക്കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ 2ഉം ഞാൻ തന്നെയാണ് മുത്തശ്ശി. മീനുവിൻ്റെ മകളും ഞാൻ തന്നെ, പാർവതിയുടെ മകളും ഞാൻ തന്നെ. സന്തോഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് അവർ അന്നത്തെ അത്താഴം അവിടെ നിന്ന് കഴിച്ചു. നിങ്ങളോട് 3 പേരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഞാനോ ലച്ചുവോ അഗ്നിയെ തട്ടിയെടുക്കില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഒരൗദാര്യം പോലെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി. അത് പറയുമ്പോൾ ആനന്ദിൻ്റെ മിഴികൾ നിറഞ്ഞിരുന്നു. അങ്ങനെ പറയില്ലേ ആനന്ദ്. ഞങ്ങൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാതെ എത്ര നാൾ പിടിച്ചു വയ്ക്കും? ഞങ്ങളിൽ നിന്നും കേസ് കൊണ്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അവളെ. എന്നിട്ടെന്താ കാര്യം? അവളുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുമോ? ഇനി അതെല്ലാം കിട്ടിയെന്നിരിക്കട്ടെ, ഇനി എത്ര നാളുണ്ടാവും അവൾ നമുക്ക് സ്വന്തമായി? ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നത് വരെ, അല്ലേ? പിന്നീട് അവൾ അവന് മാത്രമായിരിക്കും സ്വന്തം. നമ്മൾ അവൾക്ക് വെറും വിരുന്നുകാർ മാത്രമായിരിക്കും. അങ്ങനെയെങ്കിൽ സ്വാർത്ഥത വെടിഞ്ഞ് ജീവിക്കുകയല്ലേ നല്ലത്? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ വന്ന് കാണാം, വിളിക്കാം, നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി നിർത്താം. ഹ്രസ്വമായ ജീവിതമാണ് നമ്മുടേത്. ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കുക. ആനന്ദ് അയാളെ തന്നോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. നിങ്ങളുടെ മകളായി ജീവിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ മകൾ ചെയ്ത പുണ്യം. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ടുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം. ഒരാഴ്ചയ്ക്കുള്ളിൽ പലവട്ടം കിഷോർ മിത്രയെ കാണാൻ വന്നു. അവരിപ്പോഴും പ്രണയം ബ്രേക്കപ്പ് ചെയ്ത് വച്ചിരിക്കുകയാണല്ലോ. നല്ല കൂട്ടുകാരായി തന്നെ തുടരുമെന്ന് 2 പേരും തീരുമാനിച്ചിട്ടുമുണ്ട്. തീരുമാനം അങ്ങനെയാണെങ്കിലും പരസ്പരം പ്രണയിച്ചു നടക്കണം എന്നുള്ള മോഹം കിഷോറിൽ നന്നായിട്ടുണ്ട്. ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും കിച്ചു. എന്നാൽ ഞാൻ എൻ്റെ ഏട്ടനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ തീരുമാനിക്കട്ടെ നമ്മുടെ കല്യാണം നടത്തണോ വേണ്ടയോ എന്ന്. ഏട്ടൻ എന്നോട് പറയണം, കിച്ചുവുമായിട്ടുള്ള കല്യാണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന്. കല്യാണമായാൽ നമ്മളെങ്ങനെ പ്രേമിച്ച് നടക്കും പെണ്ണേ? അതൊന്നും നമുക്ക് മാറ്റിപ്പിടിക്കാൻ കിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പ്രണയിക്കാം. നടന്നത് തന്നെ. അപ്പോൾ പിന്നെ തല്ലുകൂടാനായിരിക്കും നേരം. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. മിത്ര ഇടയ്ക്കിടെ മൂർത്തിയങ്കളിൻ്റെയും അനുവമ്മയുടെയും അടുത്ത് പോയി നിൽക്കും. ചിലപ്പോൾ ആനന്ദിൻ്റെയും പാർവതിയുടെയും അടുത്ത് വന്ന് നിൽക്കും. അവളിൽ ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ദീപിക ലക്ഷ്മൺ പോറ്റിയുടെ ഓഫർ സ്വീകരിച്ചു. ഇപ്പോൾ അയാളുടെ മകളായി അയാളുടെ വീട്ടിലാണ് താമസം. ലക്ഷ്മൺ പോറ്റിക്കിപ്പോൾ ജീവിതം തന്നെ ത്രില്ലടിച്ചതുപോലെയാണ്. ചിരിയും കളിയും കുറുമ്പും അടിയുമായി ആ അച്ഛനും മകളും ജീവിതത്തിൻ്റെ പുതിയ തലം കണ്ടെത്തി. ഈ സമയം കൊണ്ട് ദീപികയുടെയും മിത്രയുടെയും PG കഴിഞ്ഞു. ദീപിക LLB എടുക്കണമെന്ന് ലക്ഷ്മൺ പോറ്റിയുടെ തീരുമാനമായിരുന്നു. അതിനുവേണ്ടി അവളെക്കൊണ്ട് കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതിക്കാനുള്ള തത്രപ്പാടിലാണ് അയാൾ. മിത്ര സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. IPS ആണ് ലക്ഷ്യം. എന്തായാലും ജീവിതത്തിൽ ഒരു കരയ്ക്കെത്തിയതിനു ശേഷമേ വിവാഹം വേണ്ടൂ എന്ന് 2 പെൺകുട്ടികളും തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ പലവട്ടം ലക്ഷ്മി വധക്കേസ് കോടതിയിൽ വിളിച്ചു വാദപ്രതിവാദങ്ങൾ നടന്നു. മിത്രയ്ക്ക് ഒരു ലക്ഷ്യം മുന്നിലുള്ളതുകൊണ്ട് ആരും അവളെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചില്ല, കിഷോർ പോലും. ദീപികയ്ക്ക് എൻട്രൻസ് എഴുതി കിട്ടി. തൃശ്ശൂർ ലോ കോളേജിൽ അഡ്മിഷനും കിട്ടി. വീട്ടിൽ നിന്നും പോയി വരാനുള്ള ദൂരമേയുള്ളൂ. മിത്ര പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും പാസ്സായി. ഇനി ഇൻ്റർവ്യൂ ആണ്. അതിനുശേഷമേ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കൂ. ഒരു ഒഴിവ് ദിവസം കിഷോറിൻ്റെ വീട്ടിൽ എത്തിയതാണ് മിത്ര. അനുപമ അവൾക്ക് പ്രിയപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലാണ്. അനുപമ എന്ന് വച്ചാൽ അവൾക്കും പ്രാണനാണല്ലോ. ഹരിനന്ദന് ശിക്ഷ കിട്ടില്ലേ അങ്കിളെ? അവൾക്കടുത്തായി വന്നിരുന്ന മൂർത്തിയോട് മിത്ര ചോദിച്ചു. എന്താ സംശയം? കേസ് നമ്മൾ ജയിക്കും മോളെ. ഇനി എൻ്റെ മിത്രമോൾ ഒരു IPS ഓഫീസറായി വരണം. അത് കാണാനാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. മൂർത്തി സന്തോഷത്തോടെ പറയുന്നതിനിടയിലേക്കാണ് കിഷോർ കയറി വരുന്നത്. അപ്പോൾ എൻ്റെ അവസ്ഥ എന്താകും വച്ചാ? ഭാര്യയെ സല്യൂട്ട് അടിക്കേണ്ട ഗതഭാഗ്യവാനായ ഭർത്താവില്ലേ ഞാൻ? അത് കേട്ട് മൂർത്തി പൊട്ടിച്ചിരിച്ചു. അത് കാണാനായി മാത്രം കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരിക്കും ഞാൻ. അനുപമയുടെ ചുണ്ടിലും ഒതുക്കി പിടിച്ച ഒരു ചിരിയുണ്ട്. നന്നായി പോയി എന്ന ഭാവത്തിൽ മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗോഷ്ടി കാണിച്ചു. പെട്ടെന്നവൻ അവളെ പൊക്കിയെടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിലെത്തി താഴെ ഇറക്കിയതും മിത്ര ദേഷ്യത്തോടെ അവനെ നോക്കി. അങ്കിളിൻ്റെയും അനുപമയുടെയും മുന്നിൽ നിന്നാണോ വൃത്തികേട് കാണിക്കുന്നത്? പോടി. ഞാനെന്ത് വൃത്തികേട് കാണിച്ചു? ഒരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താ? ഇൻ്റർവ്യൂവിന് ഞാനും വരുന്നുണ്ട് നിൻ്റെ കൂടെ. നമുക്ക് ഒരുമിച്ച് പോവാം. പോകാം. അതും പറഞ്ഞവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. നിനക്കൊരു ഉമ്മ തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തു ചെയ്യാം, നമ്മളിപ്പോൾ ബ്രേക്കപ്പ് അല്ലേ. ഇനി ട്രെയിനിങ്ങിന് പോയാൽ അതേ റാങ്കിലുള്ളവരെ കാണുമ്പോൾ എന്നെ തേച്ചിട്ട് പോകരുത്. പോടാ, അതെനിക്കൊന്ന് ആലോചിക്കണം. ചിരിച്ചുകൊണ്ടങ്ങനെ പറഞ്ഞവൾ അവിടെ നിന്നും അടുക്കളയിലേക്ക് ഓടിപ്പോയി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇൻ്റർവ്യൂവിന് കിഷോറിൻ്റെ ഒപ്പമാണ് മിത്ര പോയത്. സന്തോഷവും സ്നേഹവും നിറഞ്ഞ യാത്ര.
ചില ഞായറാഴ്ചകളിൽ ആനന്ദും പാർവതിയും അനന്തപത്മനാഭൻ്റെ വീട്ടിലെത്തുമായിരുന്നു. ചിലപ്പോൾ അവരുടെ കൂടെ ലക്ഷ്മൺ പോറ്റിയും ദീപികയും ഉണ്ടാവും. ഇടയ്ക്കിടെയുള്ള കണ്ടുമുട്ടലുകളാവാം, അല്ലെങ്കിൽ അന്നത്തെ ആക്സിഡൻറ്റിൽ തന്നെ രക്ഷിച്ച ആളെന്ന ചിന്തയിലുമാകാം ദീപികയ്ക്ക് സിദ്ധുവിനോട് ചെറിയൊരു ഇഷ്ടം തോന്നി. കുറച്ചുനാൾ കഴിയവേ ദീപുവിന് മനസ്സിലായി തനിക്ക് മാത്രമല്ല സിദ്ധുവിന് തിരിച്ചും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചു. മിത്രയ്ക്ക് IPS സെലക്ഷൻ കിട്ടി. കോച്ചിങ്ങിന് ഡൽഹിയിൽ പോകുന്നതിൻ്റെ തലേന്നാണ് കോടതി വിധി. ഗൂഢാലോചനയും കുറ്റകൃത്യവും സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനാൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് കോടതി രണ്ടുപേരെയും വിധിച്ചു. വിധിവാചകം വായിക്കുന്നത് കേൾക്കാൻ മിത്രയടക്കം എല്ലാവരും കോടതിയിൽ പോയിരുന്നു. ഹരിനന്ദനെയും ശ്രീഹരിയെയും വിലങ്ങ് വച്ചു കൊണ്ടുപോകുന്നത് മിത്ര നോക്കി നിന്നു. മുഖം താഴ്ത്തി കോടതിക്കുള്ളിൽ നിന്നും ഇറങ്ങി വരുന്ന ശ്രീരേഖയുടെ മുന്നിൽ മിത്ര ചെന്നു നിന്നു. നാളെ ഞാൻ ഡൽഹിയിലേക്ക് പോകും. കിഷോർ മാധവ് എന്ന എൻ്റെ കിച്ചുവിനെ ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വരുന്നത് വരെ സമയമുണ്ട്. നിനക്കവനെ വളയ്ക്കാം, ഒടിക്കാം, കുപ്പിയിലാക്കാം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത് നിന്റെ മാത്രം കഴിവുകേട്. കേട്ടോ അഡ്വക്കറ്റ് ശ്രീരേഖ. ശ്രീരേഖയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മിത്ര തല ഉയർത്തി പിടിച്ചു നടന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ. മിത്രയെ യാത്ര അയക്കാൻ എല്ലാവരുമുണ്ട്. ട്രെയിൻ വന്നു നിന്നതും സിദ്ധുവും കിച്ചുവും അവളുടെ ലഗേജുമായി ട്രെയിനിനുള്ളിൽ കയറി സീറ്റ് നമ്പർ കണ്ടുപിടിച്ച് എല്ലാം ഒതുക്കി വെച്ചു. രണ്ടച്ഛന്മാരും രണ്ടമ്മമാരും മകളെ കൊണ്ടാക്കാൻ ഡൽഹി വരെ പോകുന്നുണ്ട്. വിൻഡോ സീറ്റിലാണ് മിത്ര. അവൾക്കടുത്തായി ആനന്ദും പാർവതിയും. ഓപ്പോസിറ്റ് സീറ്റിൽ അനന്തപത്മനാഭനും മീനുവും. ട്രെയിൻ മെല്ലെ ഇളകി തുടങ്ങിയതും അവൾ എല്ലാവരെയും നോക്കി കൈവീശി കാണിച്ചു. കിച്ചു നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ നോട്ടം മാറ്റിക്കളഞ്ഞു. മിത്രയ്ക്ക് അത് മനസ്സിലായെങ്കിലും അവൾ തൻ്റെ മുഖത്ത് പുഞ്ചിരിയുടെ ആവരണമിട്ടു. അകലേക്ക് പായുന്ന ട്രെയിനിൽ തൻ്റെ ഹൃദയമുണ്ട്. തനിക്ക് മാത്രം അവകാശപ്പെട്ട ഹൃദയം. അത് തൻ്റെ ഹൃദയത്തോട് ചേരുന്നതുവരെ തൻ്റെ ഹൃദയം എങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കും. ട്രെയിനിനുള്ളിലെ മിത്രയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എന്നും കണ്ടില്ലെങ്കിലും അടുത്തുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. ഒരു ഫോൺ കോളിനപ്പുറത്ത് അവൻ്റെ നിശ്വാസമുണ്ടായിരുന്നു. തൻ്റെ മനസ്സൊന്ന് കലങ്ങിയാൽ ഏത് പാതിരാത്രിയിലും ഓടിയെത്തുമായിരുന്നു. അകലം കൂടുന്തോറും അടുപ്പം വളരുമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. ട്രെയിൻ കുതിച്ചു മുന്നേറുന്നത് പോലെ അവളുടെ മനസ്സും സഫലമാകാൻ പോകുന്ന സ്വപ്നത്തിലേക്ക് ചിറകുകൾ വിടർത്തി പറന്നു തുടങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുകയല്ല. ഇതൊരു താൽക്കാലിക വിരാമം മാത്രം. അവൾ കരുത്തുറ്റ ഒരു IPS ഓഫീസറായി തിരികെ വരുന്നതും കിഷോറുമായുള്ള കല്യാണവും അവരെപ്പോലെ നമുക്കും സ്വപ്നം കാണാം. എല്ലാവരോടും സ്നേഹത്തോടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. അഗ്നിമിത്ര എന്ന ഈ നോവൽ പുസ്തകമാകാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ പുസ്തക രൂപത്തിൽ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി. വിശദവിവരങ്ങൾ പിന്നീട് അറിയിക്കാം.